തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. സമ്പലിലെ ഷാഹി മസ്ജിദ് സർവേ നിർത്തിവെച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഇടപെടൽ വലിയ പ്രതീക്ഷ നൽകുന്നതാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി. രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്കും മതേതര സമൂഹത്തിനും ഏറെ ആശ്വാസം നൽകുന്ന വിധിയാണിതെന്നും ഇത്തരം വിഭാഗീയ പ്രവണതകൾക്ക് ഒത്താശ ചെയ്യുന്ന ഭരണകൂടങ്ങൾക്ക് ഈ വിധി മാനിക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് തന്നെ വർഗീയ അജണ്ടകളിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ഈ കാലത്ത് സുപ്രീം കോടതിയുടെ ഈ ഇടപെടലിന് ഏറെ പ്രാധാന്യമുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സർവേ നടപടികൾ തടഞ്ഞതിനൊപ്പം ജില്ലാ ഭരണകൂടത്തോട് സമാധാന സമിതി രൂപീകരിക്കുവാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒന്നിനു പിറകെ ഒന്നായി ഓരോ സ്ഥലത്തും ചെന്ന് കെട്ടിച്ചമച്ച ന്യായങ്ങൾ പറഞ്ഞ് കുഴിച്ചു നോക്കി ആരാധനാലയങ്ങളുടെയും ചരിത്ര സ്മാരകങ്ങളുടെയും മേൽ അവകാശവാദം ഉന്നയിച്ച് കലാപമുണ്ടാക്കുവാനുള്ള അജണ്ടകൾ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ നടപ്പിലാക്കുന്ന ഈ ഘട്ടത്തിലാണ് സുപ്രീം കോടതി ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത് എന്നത് ആശാവഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. പരമോന്നത നീതിപീഠത്തിന്റെ ഇടപെടൽ ആയതുകൊണ്ട് രാജ്യത്ത് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം അജണ്ടകളിലൊക്കെ അത് പ്രതിഫലിക്കും. ഇത്തരം അജണ്ടകൾക്കെതിരെ മുസ്ലിം ലീഗ് പാർട്ടി ജനാധിപത്യ രീതിയിൽ പരമാവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. മുസ്ലിം ലീഗ് എംപിമാർ പാർലമെന്റിന് അകത്തും പുറത്തും ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇന്നലെ സമ്പൽ സന്ദർശിക്കാൻ പോയ മുസ്ലിം ലീഗ് എംപിമാരെ UP പോലീസ് തടയുകയുണ്ടായി. അതേ തുടർന്ന് അവിടെ നിന്നുള്ള പ്രതിനിധി സംഘം ഡൽഹിയിലെത്തി നേതാക്കളുമായും എംപിമാരുമായും ചർച്ച നടത്തുകയുണ്ടായി. ആ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വന്ന അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമസഹായമടക്കം സമ്പലിൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ രൂപമുണ്ടാക്കി ദേശീയ പ്രസിഡന്റ് ഖാദർ മൊയ്തീനും സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായും കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ.